ഹലോ എവരിവൺ. ഇന്ന് സൂപ്പർ ട്യൂട്ടറിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്യുന്നത് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രസന്റേഷൻസ്, ടീച്ചിങ് മെറ്റീരിയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് യാതൊരു ഡിസൈൻ സ്കിൽസോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിൽ വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഏതൊരു ടീച്ചർക്കും അല്ലെങ്കിൽ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പ്രസന്റേഷൻസും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ 2 AI ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ChatGPT അതുപോലെ Gamma.app. സോ രണ്ടും അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. Gamma.app എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് ഗൂഗിളിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ChatGPT ആണെങ്കിൽ chatgpt.com ചെയ്യുക, എന്നിട്ട് ഗൂഗിളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം ആദ്യം ChatGPT പോയിട്ട് നമുക്ക് ഒരു പ്രസന്റേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അതൊരു ഇടയിലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് ChatGPT യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അവിടെ നിന്ന് പേസ്റ്റ് ചെയ്താണ്. എന്താണ് ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു എക്സാമ്പിൾ, ഞാനൊരു ഫിസിക്സ് ടീച്ചറാണ്. ഒരു 10th CBSE ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു പ്രസന്റേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയലാണ് വേണ്ടത്. സോ അതിവിടെ ChatGPT കറക്റ്റ് ആ ഒരു പ്രോംപ്റ്റ് അല്ലേ, അവിടെ നമ്മൾ ChatGPT നമുക്ക് എന്താണ് എന്ത് ടാസ്ക് ആണോ ചെയ്യേണ്ടത് അതിനാണ് ഒരു പ്രോംപ്റ്റ് എന്ന് പറയില്ല. ആ ഒരു പ്രോംപ്റ്റ് അവിടെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 10th CBSE ഇലക്ട്രിസിറ്റി ചാപ്റ്റർ ആണ്. ആ പ്രസന്റേഷനിലത്തെ ലാസ്റ്റത്തെ 5 സ്ലൈഡ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ChatGPT എന്നുള്ള ടൂൾ പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും. യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു പ്രോംപ്റ്റ്, ഇതിപ്പോൾ പ്രോംപ്റ്റ് എടുത്താൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തോളൂ. നമ്മൾ വേറെ റെഫർ ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നോക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് വെറും സെക്കൻഡ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഓരോ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊക്കെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വിട്ടുപോകാതെ തന്നെ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി 9 സ്ലൈഡ്സിൽ ആ എല്ലാ കണ്ടന്റും കൊടുത്തു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ലാസ്റ്റത്തെ 5 സ്ലൈഡ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 5 സ്ലൈഡ്സിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ലൈഡ്സ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്ന് സ്ലൈഡ് 1 മുതൽ സ്ലൈഡ് അവസാനത്തെ സ്ലൈഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ഈ ഗാമയിൽ വന്നിട്ട് ഗാമയിൽ ക്രിയേറ്റ് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ പ്രസന്റേഷൻ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രസന്റേഷനിലാണ് ആവശ്യം, ഇല്ല ഒരു PPT ആണ് ആവശ്യം. സോ പ്രസന്റേഷനിൽ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലൈഡ്സ് എല്ലാം അവിടെ വരും. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി കണ്ടിന്യൂ കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒരുപാട് ഡിസൈൻസ്, ഇവിടെ ഡിസൈൻ ടെംപ്ലേറ്റ്സ് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ടെംപ്ലേറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഡിസൈൻ ടെംപ്ലേറ്റ് ഞാൻ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും കാര്യങ്ങളും ഏതാണ്, ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് മുതൽ 1 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഗാമ എന്നുള്ള ആപ്പ് എന്ത് ചെയ്യും, ഈ ഒരു പ്രസന്റേഷൻ, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് വരുത്തണം. എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇതിന്റെ ഇമേജസ് ഒക്കെ ഈ ഗാമ എന്നുള്ള ആപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇനി അതിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം, ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം, എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഇമേജ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും. സോ നമുക്കത് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. ജസ്റ്റ് നോക്കാം. സോ ഓരോ സ്ലൈഡായിട്ട് ഇങ്ങനെ ചെയ്യാണ്. ഞാനത് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടാൻ ഞാനതൊന്ന് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റാം. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ കാണാം അല്ലേ, എല്ലാ ടോപ്പിക്കുകളും അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് യാതൊരു ഡിസൈൻ സ്കില്ലും ഇല്ലാത്തവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ ഇനി ഇവിടെ വെച്ചിട്ട് ഇതിന് ഡിസൈൻ മാറ്റാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞ ശേഷം ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ തീമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് തീംസ് വരും. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തീം, സോ ഈ ബ്ലൂ കളറിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് അവിടെ കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളർ തീമിലേക്ക് മാറും. അങ്ങനെ തീം വേണമെങ്കിൽ മാറ്റാം. ഇനിയിപ്പോൾ എനിക്ക് ഏതെങ്കിലും ആവശ്യമില്ലാത്ത ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, അത് ബാക്ക് സ്പേസ് ചെയ്ത് നേരെ ഡിലീറ്റ് ആയി പോയിക്കോളൂ. ഇനി ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റണമെങ്കിൽ ഇവിടെ ഇമേജിൻ്റെ എഡിറ്റ് ഓപ്ഷൻസ് കാര്യങ്ങളല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഇത്രയും സമയം കൊണ്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി
നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഒരു ചാപ്റ്ററിലാണ് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ ഒരു 10th 15 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 15 നമുക്ക് ആ 15 ഇൻറ്റു 5 വെറും 75 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1.5 hours കൊണ്ട് അല്ലെങ്കിൽ 2 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പണ്ടൊക്കെ നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം റിസർച്ച് ചെയ്യണം, നോട്ട് ഉണ്ടാക്കണം, നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം അത് പവർ പോയിന്റിൽ പോയിട്ട് ആഡ് ചെയ്യണം, പിന്നെ അതിന് ഡിസൈൻസ് ചേഞ്ച് ചെയ്യണം. ഒരു ചാപ്റ്ററിന് തന്നെ 1-2 ദിവസം എടുക്കുമായിരുന്നു അല്ലേ. സോ ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർക്ക്, ഒരു ഡിസൈൻ സ്കില്ലും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് മാത്രം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളുടെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ട്. സൂപ്പർ ട്യൂട്ടറിൻ്റെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ട്, ഓൺലൈൻ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും ഓൺലൈൻ ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും. സോ ആ ഒരു കമ്മ്യൂണിറ്റി വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. അതിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള വെബിനാർസ്, ഫ്രീ ആയിട്ടുള്ള വർക്ക്ഷോപ്സ്, എല്ലാ ടോപ്പിക്കും ഓൺലൈൻ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ യൂസ് ചെയ്യാം, ChatGPT എങ്ങനെ യൂസ് ചെയ്യാം, ഗാമ, അതുപോലെ എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസും ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഓൺലൈൻ ടീച്ചിങ്ങിൽ കരിയർ ഓപ്ഷൻസ്, ഓൺലൈൻ ടീച്ചിങ്ങിൽ കരിയർ ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് ഇതുപോലുള്ള വെബിനാർസും വർക്ക്ഷോപ്സും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.